അടുത്ത ദിവസങ്ങളിൽ ഈ കറുപ്പുമായി ബന്ധപ്പെടുത്തി ഒരു വലിയ ചർച്ച നടക്കുന്നുണ്ട്. അപ്പൊ കറുപ്പുമായി ബന്ധപ്പെടുത്തിയ ചർച്ചകളിൽ 1-2 വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. എന്റെ വ്യക്തിപരമായ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. ഉടൻ തന്നെ കുറച്ച് ആൾ സനാതന ധർമ്മത്തെ അടിക്കാൻ പറ്റിയ ആയുധവുമായി കുറച്ച് പേർ ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഹിന്ദുമതത്തിന്റെ പ്രശ്നമാണ്, ഭാരതത്തിന്റെ പ്രശ്നമാണ്, ഇവിടെ ജാതി മതവും വർഗവും ഗോത്രവും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഇത് എന്ന് പറഞ്ഞ് അങ്ങ് ചാടിയിട്ടുണ്ട്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നപ്പോൾ അപ്പാർത്തൈഡ് ഉണ്ടായിരുന്നു. വലിയ വർണ്ണവിവേചനമായിരുന്നു ബ്രിട്ടീഷുകാർ അവിടെ കാട്ടിക്കൂട്ടിയത്. ലോകത്ത് എവിടെയെല്ലാം കോളനിവൽക്കരിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം വർണ്ണവിവേചനം ബ്രിട്ടീഷുകാർ കാണിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ അടിമത്തം ഉണ്ടായിരുന്നു, കറുത്ത വർഗ്ഗക്കാർക്ക് ഉണ്ടായിരുന്നു. അവർക്കെതിരെ വലിയ രോക്ഷമാണുള്ളത്. ഈ ഇടയ്ക്കും അവിടെ വെടിവെപ്പ് നടന്നു, കറുത്ത വർഗ്ഗക്കാരെ വെളുത്ത വർഗ്ഗക്കാർ വെടിവെച്ചു കൊന്നു. ലോകത്ത് 30-ലധികം രാജ്യങ്ങളിൽ ഇത് വന്നു. അവിടെയെല്ലാം ഹിന്ദുമതം ഉള്ളത് കൊണ്ടാണ് വന്നത്, അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും മതത്തിന്റെ ഭാഗമായിട്ടാണ് വന്നത്. മതം മാത്രമല്ല ഇതിനകത്ത് പ്രശ്നം. മതത്തെ വ്യാഖ്യാനിക്കുന്നവരും ജാതിയെ വ്യാഖ്യാനിക്കുന്നവരും ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് ഒരു പ്രതിസന്ധി. സനാതന ധർമ്മത്തിൽ എവിടെയാണ് പറയുന്നത്? അവിടെ ചാതുർവർണ്ണയമായാലും വർണ്ണാശ്രമമായാലും അതിലൊന്നും ഇത്തരത്തിലുള്ള രൂപങ്ങളൊന്നും പറയുന്നില്ല. അവിടെ പറയുന്ന വേറെ കഥകളാണ്, വേറെ കാര്യങ്ങളാണ്. അതൊന്നും മനസ്സിലാക്കാതെ കിട്ടുന്ന സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെയാണെങ്കിൽ സനാതന ധർമ്മത്തെയും അതിന്റെ ധർമ്മവിശ്വാസികളെയും ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്ന ആളുകളെയും ഒന്ന് അടിക്കാൻ പറ്റുമെങ്കിൽ അടിക്കുന്നു. ഹിന്ദുമതക്കാർ മാത്രമല്ല, ക്രിസ്ത്യാനികളുണ്ടെന്നേ. എന്റെ ജാതി തിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്രിസ്ത്യനായിട്ടുള്ള ക്രിസ്തുമതത്തിൽ വിശ്വസിക്കുന്ന ഒരു സീനിയർ IAS ഓഫീസറാണ് എന്നെക്കുറിച്ച് മോശമായി എന്റെ ജാതി പറഞ്ഞത്. മോശമായി പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പ്രത്യേക ജാതിയിൽപ്പെട്ട ആളാണെന്നും ആ ജാതിയിൽപ്പെട്ടതായതുകൊണ്ടാണ് പെട്ടെന്ന് എനിക്ക് ജോലി നല്ല ജോലിയൊക്കെ കിട്ടിയെന്നും ഡയറക്ടറായെന്നൊക്കെ വളരെ മോശമായി പറയുകയാണ്. പറഞ്ഞതാരാ? ഹിന്ദു അല്ല, ക്രിസ്ത്യാനിയാണ്. അപ്പൊ ഇതെല്ലാവരും മനസ്സിലും ഇത് കിടപ്പുണ്ട്. അതിനകത്ത് ഹിന്ദു അങ്ങനെ ഒന്നുമില്ല. മനുഷ്യരുടെ എല്ലാവരുടെ മനസ്സിലും ഈ ചിന്തകൾ കിടപ്പുണ്ട്. പക്ഷെ ഇത് എപ്പോഴാണ് പുറത്തു വരുന്നത്? നമുക്കെതിരെ മറ്റൊരാൾ അധികാര സ്ഥാനത്ത് വരിക, അല്ലെങ്കിൽ നമ്മെപ്പോലെ അധികാര സ്ഥാനത്ത് വരിക, നമ്മോടൊപ്പം ഇരിക്കുക, സമ്പത്ത് ഉണ്ടാക്കുക, നല്ല കലാകാരനാവുക, സാഹിത്യകാരനാവുക, അങ്ങനെ സമൂഹത്തിലെ ലൈം ലൈറ്റിലേക്ക് വന്ന് എന്തെങ്കിലും ക്രിയാത്മകമായി ചെയ്യുമ്പോഴാണ് ജാതി അങ്ങനെ രക്ഷിക്കുന്നത്. അല്ലാതെ എത്രയോ പേരുടെ കറുത്തവരുണ്ട് എല്ലാ ജാതിയിലും, എത്രയോ പേര് വെളുത്തവരുണ്ട്. ഇവിടെ ആരെങ്കിലും തിരക്കുന്നുണ്ടോ? അതൊന്നും മറ്റുള്ളവർക്ക് കൺസേൺ അല്ല. മറ്റൊരാളിന് കൺസേൺ ആവുന്ന എപ്പോഴാണെന്നറിയാവോ? ഏതെങ്കിലും അധികാര സ്ഥാനത്ത് എത്തണം, അല്ലെങ്കിൽ നല്ല സെലിബ്രിറ്റി ആവണം. അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോൾ പ്രശ്നമാണ്. നമ്മളിവിടെ എത്രയോ ചാനലുകളുണ്ട്. ഈ ചാനലുകളെല്ലാം ചർച്ച ചെയ്യുന്നുണ്ടല്ലോ കറുപ്പിനെയും വെളുപ്പിനെയും കുറിച്ച്. എത്ര ചാനലുകളുണ്ട്? ഏത് ചാനലിലാണ് ദളിതന്മാർ വാർത്ത വായിക്കുന്നത്? ഏത് ചാനലിലാണ് പട്ടികജാതി പട്ടികക്കാർ വർഗ്ഗക്കാർ പ്രവർത്തിക്കുന്നത്? അവിടെ സൗന്ദര്യവും മുഖലക്ഷണവും ക്യാമറ ലക്ഷണവും ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഞാൻ നോക്കുന്നു, മനസ്സിലാക്കുന്നു. ജനം ചാനലിൽ 2-3 വനിതകൾ പ്രവർത്തിക്കുന്നുണ്ട്, സ്ത്രീകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവർ ഈ പറയുന്ന സോക്കാൾഡ് ഫ്രെയിമിനകത്ത് വരുന്നവരല്ല, പക്ഷെ അവർക്ക് അവിടെ ജോലി കൊടുത്തിരിക്കുന്നു. മറ്റൊരു ചാനലിലും കാണുന്നില്ലല്ലോ. മിക്കവാറും ചാനലുകളിലെല്ലാം എന്താണ്? പത്രങ്ങളിൽ എങ്ങനെയാണ്? മിക്കവാറും സ്ഥലങ്ങളിൽ ഈ പറയുന്ന സംവിധാനം വെച്ച് തന്നെയാണ് പോകുന്നത്. പത്രങ്ങൾക്കെല്ലാം ജാതിയും മതവും ഒക്കെ ഉണ്ടെന്നേ. രാഷ്ട്രീയ നേതൃത്വത്തിലുണ്ട്, സകല സ്ഥലത്തും ഇതുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിലുണ്ടല്ലോ, അപ്പൊ ഹിന്ദുമതവുമായിട്ട് എന്ത് ബന്ധം? ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാരുടെ ഇടയിലുണ്ടല്ലോ, അതും ഹിന്ദുമതവുമായിട്ട് എന്ത് ബന്ധം? അപ്പൊ ഇത് മതത്തിന്റെ വിഷയമല്ല, മനുഷ്യന്റെ ഒരു ചിന്തയുടെ പ്രശ്നമാണ്. അതുകൊണ്ട് ഇത് സനാതന ധർമ്മവുമായി കൂട്ടിക്കെട്ടരുത്. സനാതന ധർമ്മത്തിൽ ഒരുപാട് നന്മയുള്ള നല്ല കാര്യങ്ങൾ, മനുഷ്യന്റെ ജീവിതത്തിന് വേണ്ടി സത്യത്തെയും നീതിയെയും കാരുണ്യത്തെയും സഹാനുഭൂതിയെയും സഹിഷ്ണുതയെയും സഹകരണത്തെയും അഹിംസയെയും ഒക്കെ കുറിച്ച് പറയുന്ന വളരെ മനോഹരമായ സിദ്ധാന്തങ്ങളാണ് സനാതന ധർമ്മത്തിൽ പറയുന്നത്. അതിനകത്ത് പറയുന്ന വ്യവസ്ഥകളൊന്നും ഇതൊന്നുമല്ല. അപ്പൊ ഇതെല്ലാം കൂടി കിട്ടുന്ന അവസരം ഉപയോഗിച്ച് സനാതന ധർമ്മത്തെയും തെറി പറയുക, ഹിന്ദു ആചാരങ്ങളെ തെറി പറയുക എന്നൊരു പുതിയ ഫാഷനും കൂടി വന്നിട്ടുണ്ട്. അപ്പൊ അതും ഗൗരവമായി ചിന്തിക്കണം. വിഷയങ്ങളെ ചർച്ച ചെയ്ത് വക്രീകരിച്ച് നമുക്ക് ആരോടെങ്കിലും ശത്രുതയുണ്ടെങ്കിൽ അവർക്ക് നേരെ കുന്തമന തിരിച്ച് യഥാർത്ഥ വിഷയത്തിന്റെ സ്പിരിറ്റും അതിന്റെ ആന്തരിക അർത്ഥവും സമൂഹം എന്ത് ചർച്ച ചെയ്യണോ അത് ചർച്ച ചെയ്യപ്പെടാതെ പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇത്തരം ആരുകൾ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ 10-30-ലധികം രാജ്യങ്ങളിൽ ഒരു കാലഘട്ടം മുതൽ ഇരുണ്ട യുഗം തന്നെ ഉണ്ടായിരുന്നു, ഡാർക്ക് ഏജ് തന്നെ ഉണ്ടായിരുന്നു. ഹ്യൂമൻ ജോഗ്രഫി, മാനവിക ഭൂമിശാസ്ത്രത്തിൽ അങ്ങനെ ഒരു വിഷയം തന്നെ പഠിക്കാനുണ്ട് കുട്ടികൾക്ക്, ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. പക്ഷെ ലോകത്താകെ നിരവധി പ്രവർത്തനങ്ങളിലൂടെ മാറി വരുന്നു. ഇപ്പോഴും എന്നാലും ഇതിങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ള സൂചനകളാണ് കേരളത്തിൽ നിന്ന് നമുക്ക് വളരെ ഗൗരവമായി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ചർച്ച ചെയ്യണം. അല്ലാതെ ഇത് ഏതെങ്കിലും മതത്തിന്റെയോ ഏതെങ്കിലും ജാതിയുടെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ മാത്രം പ്രശ്നമല്ല ഇത്. ഇത് അധികാരത്തിന്റെ സമ്പത്തിന്റെയൊക്കെ മേഖലയിൽ വരുന്ന പ്രശ്നമാണ്. സമ്പന്നനായാൽ, അധികാരം നേടിയാൽ, പദവികളിലെത്തിയാൽ അപ്പോഴാണ് ജാതിയുടെ ഇത്രയും ക്രൂരമായ
പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. അല്ല സാധാരണ ജനങ്ങൾക്ക് അല്ല പലപ്പോഴും ഈ ഇത്തരം ചിന്തകളുടെ വലിയ ഇരകളാകേണ്ടി വരുന്നത്. അപ്പൊ ഗൗരവമായി ആ കാലഘട്ടം കഴിഞ്ഞു. സാധാരണ ആളുകളെ വഴിപോക്കം നടത്തുന്നതിനും അല്ലെങ്കിൽ അയിത്താചാടനോ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനും അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞു. ഇപ്പൊ പ്രശ്നം അതല്ല. ഇപ്പൊ കുറച്ചുകൂടി ഹയർ ലെവലിൽ ഉയർന്ന തലങ്ങളിൽ ജോലി ചെയ്യുന്നവർ, സാഹിത്യകാരന്മാർ, സാമൂഹ്യ പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ, സിനിമാ നടന്മാർ, മറ്റ് കലാകാരന്മാർ, അവർക്കിടയിലാണ് ഇത് കാണുന്നത്. അത് വേറെ രൂപത്തിൽ ചർച്ച ചെയ്ത് തന്നെ നമുക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട്.